ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ കേസിൽസ്. അപ്പോൾ നമ്മൾ ഇന്നെന്ന് വെച്ചാൽ DHL എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റൂബിക്സ് ക്യൂബ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സംഭവം ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇതിന് 200 റുപ്പീസാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒപ്പം നമുക്ക് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് ഇതിൻ്റെ സെൻറ്റർ ക്യാപ്പ് ഉണ്ടല്ലോ, ദൂരെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഹൗ ടു സോൾവ് എ റുബിക്സ് ക്യൂബ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു റുബിക്സ് ക്യൂബ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾ എത്ര വെച്ച വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടുണ്ടാവും, അത് എനിക്കറിയാം. ഞാനും അതേപോലെ കുറേ വട്ടം കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 3x3 ഉണ്ട്, അതിന് പല പല ക്യൂബ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോണത് 3x3 ആണ്. ഇത് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതിൽ ലാസ്റ്റത്തെ 2 വട്ടം ഞാൻ ആൽഗൃതം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. എന്ന് വെച്ചാൽ അപ്പം നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആൽഗൃതം എന്ന്. 2 ആൽഗൃതം വേണം, ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ആൽഗൃതം ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ആൻഡ് ഞാൻ ഒരു യൂട്യൂബറിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ആ യൂട്യൂബറാണ് എനിക്ക് ആദ്യം റുബിക്സ് ക്യൂബ് പഠിക്കാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് തന്നത്. എന്താ ഇവിടെ കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു എന്താ കയ്യുമ്മയോ അല്ലെങ്കിൽ ഈ റുബിക്സ് ക്യൂബിമ്മയോ എണ്ണം കൊടുക്കാം. ഇതാ ഈ 2 കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഇതാണ് കേട്ടോ യൂട്യൂബറിൻ്റെ പേര്. ആ യൂട്യൂബറിനെ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല യൂട്യൂബർ തന്നെയാണ്. റുബിക്സ് ക്യൂബിൻ്റെയൊക്കെ ഇങ്ങനെ കുറേ ചാലഞ്ചൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് റുബിക്സ് ക്യൂബിൻ്റെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 100 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. ആൻഡ് ഇത് ഇങ്ങനെ ഇപ്പോൾ ക്രാക്കായി പോയാൽ എന്ന് വെച്ചാൽ ഇത് ക്രാക്കായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളൊരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യണതാവും. അത് മിക്ക ആൾക്കാരുടെയും ക്യൂബൊക്കെ ചില സമയത്ത് പൊട്ടണ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരടുത്ത് കളയാനൊന്നും നിൽക്കരുത്. മിക്ക ആൾക്കാരും ചെയ്യണ പണിയാണ് കളയൽ. അത് ഒരിക്കലും ചെയ്യരുത്. ഇപ്പം ആ സെയിം ക്യൂബ് തന്നെയാണ് കേട്ടോ. ആ സെയിം ക്യൂബ് തന്നെയാണ്. ഈ പീസ് പോയതാണ്, ഞാൻ വെച്ചൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സി ഇതിപ്പോൾ ഞാൻ വെച്ചു. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫൈനായിട്ട് ടേൺ ആവുന്നുണ്ട്. സി കംപ്ലീറ്റ്ലി ഫൈനായിട്ട് ടേൺ ആവുന്നുണ്ട്. എൻ്റെ ഈ ക്യൂബിൻ്റെ പേരാണ് DHL സ്പീഡ് ക്യൂബ്. ഓക്കെ, 200 രൂപയുള്ളതിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഗൈസ്. അപ്പം ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് വന്നുള്ളത്. ഓക്കെ, സ്റ്റാൻഡ് നമുക്കിതങ്ങനെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് മെയിൻ ലൈക്ക് ഒരു ഇങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് കൂടുതൽ സമയങ്ങളത് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്യൂബൊന്ന് നമുക്ക് ക്യൂബിൻ്റെ ഓരോരോ ആൽഗൃതം നമുക്ക് പഠിക്കാം. ആൽഗൃതം അല്ല, ക്യൂബിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റീസ്. ഈ ഒരു ഭാഗം, ഈ ഒരു പീസ് കണ്ടില്ലേ എന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഇതാണ് കോർണർ പീസ്. ഈ ഒരു ഭാഗം മാത്രം കേട്ടോ, ഈ ഒരു ഭാഗം മാത്രം. ഈ ഒരു ഭാഗം ഇത് കോർണർ പീസാണ്. അതേപോലെ മിഡിൽ പീസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ മിഡിൽ പീസ്. പിന്നെ ഇതാണ് സെൻറ്റർ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്യൂബിന് മൊത്തത്തിൽ 6 പീസാണ് ഉണ്ടാകാൻ പോണത്. 1 വൈറ്റ്, 2 ബ്ലൂ, 3 റെഡ്, 4 ഗ്രീന്, 5 ഓറഞ്ച്, പിന്നെ 6ാമത്തെ യെല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ക്യൂബിൻ്റെ ഉൾഭാഗത്തെ സെൻറ്റർ പീസ് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ അടുത്ത എല്ലാ പീസും ഞാൻ ഒരിടത്തുണ്ട്. എന്നുവെച്ചാൽ ഇതാണ് നമ്മുടെ മിഡിൽ പീസ് എന്ന് പറയുന്ന ആ പീസ്. ഇതാണ് നമ്മുടെ കോർണർ പീസ്. ഇത് രണ്ടുമാണ്. ഇത് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതേപോലെ സെൻറ്റർ പീസ് ഞാൻ പറഞ്ഞു, സെൻറ്റർ പീസ് ഇതൊന്നും ഒരിക്കലും മാറില്ല. ഇതിങ്ങനെ തിരിയാന്നല്ലാതെ ഇത് ഒരിക്കലും മാറാൻ പോണില്ല. ഓക്കെ, ഇത് ഊരാനും മാറാനൊന്നും കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മേലത്തെ ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിംഗർ ഇട്ടൊന്ന് ഇതാക്കിയാൽ ഓപ്പൺ ആവും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ക്യൂബിൻ്റെ ഉൾഭാഗം. ഓക്കെ, അപ്പം ഇനി
ഇതിൻ്റെ ഇതൊക്കെ മനസ്സിലായല്ലോ. ഈ ഭാഗം ഒരിക്കലും നീങ്ങൂല എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഈ റെഡ് പിടിക്കൊന്നും വരാൻ പറ്റില്ല, ദൂരാൻ തന്നെ കഴിയില്ല. ഓക്കെ, സോ അപ്പം ഇതെങ്ങനെ നമ്മൾക്ക് സോൾവ് ചെയ്യാവുന്നതിലേക്ക് പോവാം. അതേപോലെ ഈ ഒരു ഭാഗത്ത് ചില ക്യൂബിനൊക്കെ സ്പീഡ് ക്യൂബിന് ഇവിടെ മാഗ്നറ്റ് ഉണ്ടാവും. ഇന്ത്യയിലില്ല, പക്ഷെ ചിലതിനൊക്കെ ഇവിടെ മാഗ്നറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ ഇവിടെ ആയിട്ട് ഒരു മാഗ്നറ്റ് എന്ന് വെച്ചാൽ കോർണർ പീസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ടാവും. അതിലുള്ള ക്യൂബാണെങ്കിൽ ഇതേപോലെ തന്നെ സോൾവ് ചെയ്യാൻ കഴിയും, കുറച്ചുകൂടി സ്മൂത്ത് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പം വരാം. ഓക്കെ, നമ്മൾ മൊത്തമായിട്ട് നരയ്ക്കുന്നത്. ഇത് എങ്ങനെ നരയാക്കുക എന്നുള്ളത് യൂട്യൂബിൽ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ക്യൂബ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. സ്ക്രാമ്പിൾ ചെയ്തിട്ട് അപ്പം കാണാം. ഇപ്പം നമ്മളിത് സ്ക്രാമ്പിളിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇത്ര എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, കളർ എവിടെ വെച്ചാവാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒന്നുമല്ല നമ്മളിപ്പോൾ ചെയ്തത്. എല്ലാ തെറ്റിലാണെങ്കിലും നമുക്ക് ഇതന്നെ മതി. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇവിടെയും വൈറ്റ് കിട്ടണം ഇവിടെ. അപ്പം ഒരു ഇങ്ങനെ ആവണം, നടുവിൽ യെല്ലോ ആവണം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വൈറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടില്ല വിചാരിച്ചോ, എന്നാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് വിചാരിച്ചോ, ഈ ഒരു ഭാഗത്തൊരു വൈറ്റ് ഉണ്ട് വിചാരിച്ചോ. ഈ വൈറ്റിനെ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ എത്തിയില്ലേ. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് തന്നെ കിട്ടണുള്ളൂ. അതേപോലെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, നമുക്കിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാക്കുക, എന്നിട്ട് ഇതിനെ കളയണം, ഈ രണ്ട് വൈറ്റിനും കളയണം. ഓക്കെ, അപ്പം നമുക്ക് വൈറ്റെത്തി. എന്നിട്ട് ഇതിനെ അങ്ങോട്ടാക്കാം. അപ്പം ഇവിടെ രണ്ട് ഫില്ലായി. ഇനി ഇതേപോലെ ഇവിടെ ആക്കാം. ഫില്ലായി വരുമ്പം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ജസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് ഫില്ലായി വരുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് വരെ ചെയ്യണ വരെ ജസ്റ്റ് ഒന്ന് മൊത്തം ഇട്ടുക. എന്നിട്ട് ഇതാ ഈ ഒരു വൈറ്റ് ഉണ്ടല്ലേ, ഈ ഒരു വൈറ്റിനെ ഇതിൻ്റെ ഇവിടെ ഉള്ള കളർ പച്ചയാണ്. ഈ പച്ചനെ ഇവിടുത്തെ സെൻറ്റർ പീസും പച്ചയാക്കണ വരെ തിരിക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ പച്ച കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എനിക്കത് കിട്ടി. അപ്പോൾ ആ കിട്ടിയ സൈഡ് നമ്മൾ റൈറ്റ് സൈഡിൽ പിടിച്ച്, റൈറ്റ് ഹാൻഡിൻ്റെ ഇതിൽ പിടിച്ചിട്ട് റൈറ്റ് സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് 2 വട്ടം. അപ്പോൾ അത് നേരെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിക്ക് പോവാം. ഇതേപോലെ എല്ലാതും ഒന്ന് ഫില്ല് ചെയ്യുക. ഇത് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്കുക, എന്നിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ എൻ്റെ ഓറഞ്ച് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങോട്ടാക്കുക ഫില്ല് ചെയ്യുക. അപ്പോൾ ഇന്ന മൊത്തം ഇപ്പോൾ അവിടെ ഇങ്ങനെ മൊത്തം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രോസും കിട്ടണതാവും. അപ്പം ഇതുവരെ ഒന്ന് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുവാണ്, ഫില്ലിങ് ദ വൈറ്റ് സെക്ഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പിടിച്ചിട്ട് ഞാൻ ഇവിടെ നോക്കി. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോൾ അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് എടുക്കുന്നുണ്ട്. ഈ വൈറ്റ് നമ്മൾ എങ്ങനെ ഇവിടേക്ക് എത്തിക്കും? അതിന് ഈ കോർണറൊന്നും ഫ്ലിപ്പ് ചെയ്ത് ഒരു കാര്യമില്ല, നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ഇതിനെ നേരെ അടിയത്തെ ഭാഗത്തോട്ട് തിരിക്കുക. ഇനി തിരിച്ച് മേലോട്ട് തന്നെ ഉണ്ടാകുമ്പോൾ ഇത് ഇങ്ങോട്ട് എത്തും. ഇനി ഇതിൻ്റെ ഇവിടെ ഉള്ള കളർ എന്ന് വെച്ചാൽ ഈ വൈറ്റിൻ്റെ ഇവിടെ ഉള്ള കളറ് ബ്ലൂ ആണ്. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ എടുത്തെത്തിക്കണേ തിരിക്കുക. അപ്പോൾ ബ്ലൂവിനെ കിട്ടി. ഇനി ഒരു വട്ടം കൂടി ഇങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് ഈ റൈറ്റ് സൈഡ് ഇങ്ങോട്ട് ഇരിക്കുക. ഓക്കെ, സോ അത് നേരെയായി. ഇനി എന്താ ഈ റെഡിനെ അങ്ങോട്ട് ഇരിക്കുക, റെഡിൻ്റെ ദൂരത്തിന് വരെ തിരിക്കുക, എന്നിട്ട് ഒരു വട്ടം അങ്ങോട്ടാക്കുക. ഇതേപോലെ വൈറ്റും ഫില്ലും മൊത്തമായിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അത് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതേപോലത്തെ ഒരു ഇത് കിട്ടും. അതിൻ്റെ ഒപ്പം ഇവിടെയൊക്കെ ടീ കിട്ടണം. ഓക്കെ, ടീ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്താ ഇവിടെ നിന്നാണ് നിങ്ങൾ മെസ്സപ്പ് ആയതെന്നൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി. അപ്പം ഒന്നെങ്കിൽ DM ആയിട്ടും ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പം നമുക്കിതാ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഈ ഒരു ഭാഗം മൊത്തം ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയാവും നിങ്ങൾക്ക്. എന്നാലും ഇവിടെ ഒരു റെഡ് ഉള്ളത്, ഇതിൻ്റെ അടിയിൽ നമുക്കിപ്പോൾ ഏത് കളർ വെച്ചാൽ അവിടെ ബ്ലൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ യെല്ലോ ആണെങ്കിൽ അത് നേരെ വരില്ല, ബിക്കോസ് യെല്ലോൻ്റെ സെൻറ്റർ കൂടിയാണ്, അത് നേരെ വരില്ല. റെഡിൻ ബ്ലൂ. ഓക്കെ, എന്നിട്ട് ഇത് ബ്ലൂ എത്തണ വരെ തിരിക്കുക. ഈ ഒരു ഭാഗം ബ്ലൂ എത്തണ വരെ തിരിക്കുക. എന്നിട്ട് റെഡ് ഇതിൻ്റെ ഈ സൈഡിലാണ്. അപ്പം ഈ ഒരു ഭാഗം ടോപ്പത്തെ ലെയർ ഒരു വട്ടം ഇങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട്
റൈറ്റ് സൈഡ് ഒരു വട്ടം മേലോട്ട് ഇരിക്കുക. എന്നിട്ട് മേലത്തെ ഭാഗം ഒരു വട്ടോടി തിരിക്കുക. എന്നിട്ട് ഇത് താഴത്തോട്ട് തന്നെ കൊണ്ടുവരിക. ഈ മേലോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയ ഭാഗത്തിന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത്, അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങോട്ട് വരും. കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എന്നിട്ട് ഇതിനങ്ങോട്ടാക്കുക. അപ്പോൾ ലൈക്ക് മാജിക് ഇവിടെ ഫില്ല് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇതേപോലെ മൊത്തമായിട്ട് ഫില്ല് ചെയ്യുക. പച്ച നിൽക്കാനാണ്. അപ്പം ഇങ്ങോട്ടിരിക്കുക, 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 ഇങ്ങോട്ടിരിക്കുക. നേരത്തെ ചെയ്ത് തന്നെ എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സൈഡത്തെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ഇതാക്കുക. ചെയ്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ ചെയ്താൽ മതി. ഓക്കെ, സെറ്റാണ്. സോ അതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. അങ്ങോട്ടാക്കുക, 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 അങ്ങോട്ടാക്കുക. സോ അതിപ്പോൾ നമുക്ക് നേരെയുണ്ട്. ഇനി നമുക്ക് ഇവിടെയും 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 യെല്ലോ ഇട്ടണം. നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കൈ സത്യം നമ്മൾ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ സോൾവ് ചെയ്ത് തരുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ബാക്കിൽ യെല്ലോ ഫേസിൻ്റെ അവിടേക്ക് ആൻഡ് റെഡ് നമ്മുടെ ഇവിടെയായിട്ട്, എന്നിട്ട് റെഡിൽ റൈറ്റ് സൈഡ് ഫ്രണ്ടോട്ടാക്കുക. വൈറ്റ് പിടിക്ക് വരണം. എന്നിട്ട് ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഇങ്ങോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ബാക്ക് സൈഡ് തിരിച്ച് തന്നെ ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടുവരിക. എന്നിട്ട് തിരിച്ച് തന്നെ ഇങ്ങോട്ടാക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിനൊരു ഫാസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ഉള്ളത്. ഇപ്പോൾ ഗ്രീനിക്ക് വരുമ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിക്കുമ്പോൾ ഓൾറെഡി ഒരു ഇത് രണ്ടും പോവും. ഓക്കെ, ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഇത് രണ്ടും പോവും. അതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് ഇത് രണ്ടും ഇല്ലാത്ത രീതിയിൽ എന്നിട്ട് ഗ്രീനിൻ്റെ ഫേസായി പിടിക്കുക. എന്നിട്ട് അതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഫേസ് 1 ടൈം, റൈറ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ഫേസ് ആൻഡ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടാവും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതിൻ്റെ ആൾക്കൃത് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ എൻ്റെ ഒരു ക്യൂബിൻ്റെ ഒരു പീസ് ഇപ്പോൾ ഫ്ലിപ്പായി കിടന്നുകൊണ്ടാണ് എനിക്കിത് അങ്ങനത്തെ ഒരു പീസ് കിട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് അത്ര മണിയില്ലാതെ ഈസിയായിട്ട് പോകുമായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഫുള്ളി ഫില്ലായി ഉണ്ടാവും. ഫില്ലായിട്ടില്ലെങ്കിൽ യെല്ലോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആക്കുക, ഇങ്ങോട്ടാക്കുക. സോ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ഇതും കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്താൽ മതി. ബിക്കോസ് യുവർ ക്യൂബ് ഹാസ് ബീൻ ഫ്ലിപ്ഡ് സംഭവം. എവിടെയോ നിങ്ങളുടെ ക്യൂബ് എവിടെയോണ്ട് ഫ്ലിപ്പായിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യണ്ടേ, ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫില്ലായി ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 പോയിണ്ടാവും. അതേപോലെയൊക്കെ 1-2 പോയിണ്ടാവും. പക്ഷെ ഫില്ലായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫില്ലായ ഭാഗം ബാക്കോട്ടായിട്ട് പിടിക്കുക, ബാക്കിലായിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, സോ യെല്ലോ ഫേസ് ഏറ്റവും ഫില്ലായ ഭാഗം ബാക്ക്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നമ്മളെ ഹാൻഡ്സിൻ്റെ അടുത്ത്. എന്നിട്ട് ഇത് ഈ അൽഗൃതം ചെയ്യുക. അൽഗൃതം ഇവിടെ ആയിട്ട് കൊടുക്കുക, ഈ ഭാഗത്തായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറയും ചെയ്യാം, അതിൻ്റെ ഒപ്പം ചെയ്താൽ മതി. അടിക്കാക്കുക, ഫേസ് വീണ്ടും ഒരൊട്ട അടിക്കാക്കുക. എന്നിട്ട് ആൻറ്റി ഫേസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഈ ഒരു ഭാഗത്തിന് റൈറ്റിന് ഫ്രണ്ടോട്ടാക്കിയിട്ട് ആൻറ്റി ഫേസ്, എന്നിട്ട് ഇങ്ങോട്ടാക്കുക. 2 വട്ടം ബാക്ക് ടൈംസ് തിരിക്കുക. അത് ഇവിടെ ആൽഗൃതം ഉണ്ടാവും, അത് നോക്കി ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒന്നും ഫില്ലായിട്ടില്ല, അതേപോലെ തന്നെ റിപ്പീറ്റേഷനാണ് വന്നില്ലെങ്കിൽ ഇതൊരട്ടോണി ചെയ്യുക. ആൽഗൃതം ഒരട്ടോണി ചെയ്താൽ മതി. ഇങ്ങോട്ടാക്കുക. സോ ഈ ആൽഗൃതം ഒന്നും കൂടി ചെയ്യുക. അപ്പോഴും ഫില്ലായിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, വൈറ്റിന് 2 വട്ടം കട്ടാക്കുക. എന്നിട്ട് ഇതിനെ കട്ടാക്കുക ആൻഡ് ഈ ഇങ്ങോട്ടാക്കുക. ഇതേപോലെ തന്നെ ചെയ്യാട്ടോ. പതുക്കെ ചെയ്തുതരാം. അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടി ചെയ്യേണ്ടി വരും. പതുക്കെ ചെയ്തുതരാം. ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. സോ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി നമുക്ക് കിട്ടും. എന്നിട്ട് ഉണ്ടാക്കുക പഴയ ആൽഗൃതം.
ഇത് ആൽഗോരിതം ഞാൻ എഴുതി വെച്ച് പഠിക്കണം എന്നൊന്നും പറയില്ല. അത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കണ്ടാവും. ഓക്കെ, സോ ഓക്കെ. അപ്പം ഒരെണ്ണോടി ഫില്ലായി. പിന്നെ ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ കിട്ടിയിട്ട് ഇനി നമ്മൾ ഒരു കാര്യം പറയണ്ട്, ഇവിടെ വരെ എത്തിയില്ലേ, അത് ഞങ്ങൾക്ക് ഒരു ആൽഗോരിതം പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആൽഗോരിതം ഒന്നും കൂടി ചെയ്യാം. ആൻഡ് ഇതുവരെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് മൊത്തമായിട്ട് ജസ്റ്റ് സ്പീഡിൽ ചെയ്യും. ഞാൻ പതുക്കെ ചെയ്തിടാം. നേരത്തെ ചെയ്ത ആൽഗോരിതം തന്നെ ഞാൻ 2 വട്ടം ചെയ്തില്ലേ, കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടാൻ ആൽഗോരിതം തന്നെയാണ് ഇത് സംഭവം. അപ്പം വെറും 10 മിനിറ്റിൽ നമ്മൾ റൂബിക്സ് ക്യൂബാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പഠിപ്പിച്ചായിരുന്നത്. സോ ഇതന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക, അത് തന്നെ കിട്ടുകയാണെങ്കിൽ. ആൻഡ് 10 മിനിറ്റ് ഹൗ ടു സോൾവ് എ റൂബിക്സ് ക്യൂബ് അണ്ടർ 10 മിനിറ്റ്സ്. ദെയർ യു ഗോ. അപ്പം ഇതാണ് നമ്മളെ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള വീഡിയോ. ആൻഡ് റൂബിക്സ് ക്യൂബിൻ്റെ 2 പാറ്റേൺസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോയും കൂടി ഇനി വരുന്നുണ്ടാവും. 2 പാറ്റേൺസ് കിട്ടും. അപ്പം ആൻഡ് എങ്ങനെ ഒരു പോപ്പായ ക്യൂബിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോയും കൂടി ഇനി വരുന്നുണ്ടാവും. ക്യൂബിങ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ലീവ് എ കമൻറ്റ് ബിലോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, ബൈ ബൈ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ക്യൂബ് ഇപ്പം എങ്ങനെയെങ്കിലും പൊട്ടിയെന്നൊന്ന് വിചാരിച്ചു, നിങ്ങൾ ആപ്പാടെ ഒറ്റ പീസ് അത്ര ഉണ്ടാവുള്ളൂ. അതേ ഓരോ പോയതാ. ഓക്കെ, സോ ഇതിൻ്റെ നോർമൽ പണിയില്ലാതെ വെറും ലൈക്ക് ഇതിപ്പം കുറച്ച് നേരം ഉണ്ടാവും ഞാൻ റെക്കോർഡിംഗ് ആയിട്ട്. ആൻഡ് ഇത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയണതാവും. ഓക്കെ, സോ ബൈ ബൈ.